ഹലോ വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഇത് വീണ്ടും ഒരിക്കൽ കൂടി നമ്മുടെ അഡീനിയം ചെടികളുടെ കൂടെ. ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഏത് ടൈപ്പ് ഓഫ് വീഡിയോ അപ്ലോഡ് ചെയ്താലും അതൊരു ചിക്കൻ കറി ആയിക്കോട്ടെ, ഫിഷ് കറി ആയിക്കോട്ടെ, അതിൻ്റെ താഴെ വന്നിട്ട് കുറേ പേര് പറയും അഡീനിയം ചെടികളെ കാണിക്കുക, അഡീനിയം അപ്ഡേറ്റ്സ് കാണിക്കുക, അഡീനിയം എന്തായി എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അഡീനിയം വീഡിയോ കാണിക്കാത്തതിൻ്റെ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഞാനൊരു 3 മാസത്തോളം കിടപ്പിലായി പോയി ആക്സിഡൻറ്റ് കഴിഞ്ഞപ്പോൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ചെടികളൊക്കെ വല്ലാത്തൊരു അവസ്ഥയിൽ തന്നെ ആയിപ്പോയി. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചായിരുന്നു, കുറേ പേര് ആശ്വസിപ്പിച്ചായിരുന്നു, എല്ലാം പഴയതുപോലെ ആവും, ധൈര്യമായിട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും ഇപ്പോൾ അധികം കെയറൊന്നും കൊടുക്കാതെ തന്നെ എൻ്റെ ചെടികളൊക്കെ അത്യാവശ്യം നന്നായിട്ട് പൂത്തിട്ടുണ്ട്. അപ്പോൾ 2 മാസം മുമ്പ് ആ വീഡിയോ കാണിച്ചതിന് ശേഷം ഞാൻ ആകെ ചെയ്തിരിക്കുന്നത് കുറച്ച് DAP എല്ലാത്തിനും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ റിസൾട്ട് നിങ്ങളൊന്ന് കാണിക്കാനും വേണ്ടി വീഡിയോ ചെയ്യുന്നത്. നോക്കിക്കോ, കുറേ പൂക്കളൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഞാൻ ഒന്നൊന്നായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തരാം. അതുകൂടാതെ 1-2 വെറൈറ്റി കൂടി ഉണ്ട്, അതുകൂടെ കാണിച്ചു തരാം കേട്ടോ. ഏറ്റവും കൂടുതൽ പൂ വന്നിരിക്കുന്നത് നമ്മുടെ വൈറ്റ് വെറൈറ്റിയാണ് കണ്ടോ. കണ്ടോ എത്രയാ പൂക്കളെന്നുണ്ടോ നമ്മുടെ വൈറ്റിൽ, രസമായിട്ടല്ലേ. നല്ല ശരിക്കും മൾട്ടിപെറ്റൽ വൈറ്റാണ്, ഒരു ചെറിയ പിങ്ക് ഷെയ്ഡും കൂടി ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഒരു ബ്രാഞ്ച് എടുത്തിട്ട് നമ്മൾ ഒരു മൾട്ടി കളർ ഗ്രാഫ്റ്റിംഗ് ചെയ്തായിരുന്നു. അപ്പോൾ അതിലും ഒരു സൈഡിൽ കുറേ പൂക്കൾ നിൽക്കുന്നുണ്ട്. 2ാമത്തെ കളർ ഇതാണ് ഈ ഗ്രാഫ്റ്റിങ്ങിൽ. ഇപ്പോൾ വൈകുന്നേരം വീഡിയോ എടുക്കുന്നുണ്ടോ പൂക്കളൊക്കെ ഈ ഒരു അവസ്ഥയിൽ കേട്ടോ. ഞാൻ രാവിലെ എടുക്കണമെന്ന് വിചാരിച്ച് നടന്നില്ല, ഒരു മഴയുണ്ടായി രാവിലെ. ഇനി 3ാമത്തെ കളർ ഇവിടെ വരുന്നുണ്ട് കേട്ടോ, പൂ വന്നില്ല. പിന്നെ എടുത്ത് കാണിക്കാം, ഇത് അതിൻ്റെ അവസ്ഥ കണ്ടല്ലോ, നല്ല ഭംഗിയായിട്ട് നിൽക്കണല്ലേ. 3 കളറിനകത്തുള്ള കേട്ടോ. ഇനി അടുത്ത ആൾ ഇത് ഇയാളാണ്. ഇയാൾ നല്ല ഭംഗിക്ക് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പേര് കാണിച്ച് ഞാൻ വീഡിയോ ചെയ്തായിരുന്നു, അപ്പോൾ ഓരോന്നിൻ്റെ പേര് പറയുന്നില്ല. ഇത് കണ്ടോ, കുറേ പൂക്കൾ വരാനുണ്ട് കേട്ടോ. എല്ലാം വരുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, പൂ ഇതേ കണ്ടാൽ ഇങ്ങനെ ഉണ്ടാവും. ഇതാണ് എൻ്റെ പൂവ്, അത്യാവശ്യം വലിയ പൂവ് കേട്ടോ. ഈ സൈഡിലും കുറേ പൂക്കളുണ്ട്. ഇങ്ങനെ കേടായ പൂക്കളൊക്കെ ഞാൻ എടുത്ത് കളയാറുണ്ട്, കണ്ടില്ല അത് കണ്ടോ. ഇതാ എൻ്റെ പൂവ്. ഇനി പൂക്കളിതേ ഇതിൽ എല്ലാം വെറൈറ്റി പൂക്കൾ തന്നെ കേട്ടോ. ഇതിൽ പൂവുണ്ടായിട്ടുണ്ട്. നമ്മുടെ യെല്ലോ, ഞാൻ വന്നല്ലോ വൈകുന്നേരം ആയതുകൊണ്ട് പൂക്കളൊക്കെ ഒന്ന് ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. ഇതിൽ കുറേ പൂക്കൾ വന്നിട്ടുണ്ട് കണ്ടോ, ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഇത് തായ്ലാൻഡ് വെറൈറ്റിയാണ്. ഏറ്റവും വലിയ പൂക്കൾ ഇതിലുണ്ടാവും കേട്ടോ, വിരിയാതൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതും ഒന്ന് വാടി തുടങ്ങി, കുറച്ചധികം പൂക്കൾ വന്നു. ഇടത്ത് ഇത്ര വലിയ പൂവായിരിക്കും, നോക്കിയോ കണ്ടോ. അത് വിരിയാനൊരു ബുദ്ധിമുട്ട് കാണിച്ചതാ. യെസ്, ഏതാണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ പൂവാണ് ഈ നിൽക്കുന്നത്. പിന്നെ ഇത് ഇവിടെ നമ്മുടെ സ്പൈറൽ വെറൈറ്റി കുറേ പൂക്കളുണ്ടായിട്ടുണ്ട്. ഇവിടെ നമ്മുടെ സൺസെറ്റ് വെനീസ് എന്ന് പറഞ്ഞ സാധനം, ഇതിൽ പൂക്കളുണ്ടായിട്ടുണ്ട്. പിന്നെ ഇത് അങ്ങോട്ട് കുറേ ചെടികൾ ഇരിപ്പുണ്ട് കണ്ടല്ലോ. അപ്പോൾ അതിലൊന്നും കാര്യമായിട്ട് പൂവൊന്നും വന്നിട്ടില്ല. എന്നാൽ ഈ സൈഡിലേക്ക് ഇനിയും പൂക്കളുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഒരു നാടൻ വെറൈറ്റിയാണ്. ഞാൻ പണ്ട് സീഡ് മുളപ്പിച്ചെടുത്തൊരു നാടൻ വെറൈറ്റിയാണ്. അതിൻ്റെ കോഡക്സിൻ്റെ ഭംഗിയുണ്ടോ, വളരെ നടന്നിരിപ്പുണ്ട്. ഇതിൻ്റെയൊക്കെ കോഡക്സ് കണ്ടോ, നല്ല രസമായിട്ടിരിക്കുന്നുണ്ട്. ആ വൈറ്റിൻ്റെ കോഡക്സ് ഇത് കണ്ടോ. ഇനി ഇത് നമ്മുടെ ഒരു ഓൾ ടൈം ഫേവറേറ്റ് കളറാണ്. നിറച്ച് പൂക്കളുണ്ടായിരുന്നു, ഇപ്പോൾ ഒന്ന് മങ്ങിപ്പോയി കണ്ടോ. ഇനി നമ്മുടെ സിംഗിൾ പെറ്റൽ യെല്ലോ, ഇതും ഒരു റെയർ വെറൈറ്റിയാണ്. പൂക്കൾ കുറച്ചേ ഉള്ളൂ, പക്ഷേ ഭംഗിയുണ്ട്. ഇതെനിക്ക് ഉള്ളതിൽ ഏറ്റവും ഡാർക്ക് യെല്ലോ ഇതാട്ടോ. കുറേ അധികം മൊട്ട് വരുന്നുണ്ട് കണ്ടല്ലോ. ഇതിൽ പൂക്കളുണ്ട്. ഇത് നമ്മുടെ ഒരു ഫേവറേറ്റാണ്, ഒരു സ്റ്റാർ ഷേപ്പിലുള്ള. ഇതും പൂക്കളെല്ലാം കൊഴിഞ്ഞു പോയിട്ടോ. ഇത് തായ്ലൻഡ് വെറൈറ്റിയുടെ വേറൊരു ടൈപ്പാണ്. കുറേ മൊട്ട് വരുന്നുണ്ട് കണ്ടോ. ഇത് കണ്ടോ, ഒരുപാട് പൂക്കളുള്ളൊരു വെറൈറ്റി ആട്ടോ. നിറച്ച് പൂക്കളുണ്ട് കണ്ടോ. ഇങ്ങനെ ഉണ്ടാവും കണ്ടു കഴിഞ്ഞാൽ. എത്രയാ പൂന്ന് കണ്ടോ അല്ലേ. ഇതിന് ഞാനിതിൻ്റെ സ്റ്റെമ്മിനെ ഒന്നിങ്ങനെ ഡിഫറെൻ്റ് ആക്കി എടുക്കാൻ നോക്കുന്നുണ്ട്, എന്താവും എന്നറിയില്ല കേട്ടോ. യെസ്, ഇതരണം. ഇത് ലൈറ്റ് യെല്ലോ ആണ്, കുറച്ചും കൂടെ. ഇത്രയും പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ നാടനാണ്. ഈ ഒരു വെറൈറ്റിയുടെ പ്രത്യേകത കണ്ടോ, 2 ലെയറാണ്. ഒരു ലെയർ വന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അടുത്ത ലെയർ വരിക പൂവിൽ കണ്ടോ. എല്ലാ പൂക്കളും അങ്ങനെ വരിക. സാധാരണ ബാക്കി ചെടികൾ ഇങ്ങനെ ഞാൻ കാണാറില്ല. ഇത് റെയർ വെറൈറ്റി അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നണം കേട്ടോ. നേരത്തെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട്, ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതിൽ കണ്ടോ, ഇവിടെ ഒരു എടുക്കുന്നുണ്ട്, ഇതുണ്ട്. ഞാൻ അടുത്തും ചിലപ്പോൾ മേളിലേക്ക് വരുമായിരിക്കാം കുറച്ചും കൂടെ. നല്ല രസമുള്ള പോലെ.
ഇതും ഒരു ഡിഫറെൻറ്റ് വെറൈറ്റിയാണ്. നമ്മുടെ റൂബി സ്റ്റാർ എന്ന് പറഞ്ഞ സാധനം ശരിക്കും സ്റ്റാർ ഷേപ്പ് തന്നെയാണ്. കുറേ ഉണ്ടായി പൂക്കളെല്ലാം കഴിഞ്ഞു കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ നിറമൊന്നും മങ്ങും പൂവിൻ്റെ, കണ്ടോ. ഇനി ഇവിടെ ഇതൊക്കെ പൂക്കൾ വന്ന് കുറേ ആയതുകൊണ്ടാണ് ഈ ഒരു കളറിലേക്ക് മാറിയത് കേട്ടോ. ഇവിടെ നിൽപ്പണ്ട പൂവ്. യെസ്, ഇതൊരു ലൈറ്റ് പിങ്ക് വെറൈറ്റീസ് എനിക്ക് കുറേ ഉണ്ട്. ഇപ്പോൾ ഒന്നിലും പൂ വന്നിട്ടില്ല. പിങ്ക്, ഇത് കണ്ടോ, വേറൊരു ടൈപ്പ് ഓഫ് സ്പൈറൽ വെറൈറ്റി. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ നാടൻ വെറൈറ്റീസൊക്കെ തന്നെയാണ്. ഞാനിവിടെ വിത്തിട്ട് മുളപ്പിച്ച മൾട്ടി പെറ്റൽ പൂ വന്നിട്ടുണ്ട്. അതിൻ്റെ തന്നെ സിംഗിൾ പെറ്റൽ, ഇതൊക്കെ ഡിഫറെൻറ്റ് കളേഴ്സാട്ടോ, നാടൻ വെറൈറ്റീസാണ്. ഇനി ഇവിടെ നമ്മുടെ 3 അറബിക്കം വെറൈറ്റീസ് ഇരിപ്പുണ്ട്. ഞാൻ ഇടയ്ക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ അറബിക്കത്തിൽ കുറച്ചധികം പൂക്കളുണ്ട്. മറ്റ് 2 അറബിക്കത്തിലും പൂ വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് കുറച്ച് വലിയ പൂവാണ്. പക്ഷേ ഈ പൂ നോക്കിക്കേ, ഇവിടെ എനിക്കുള്ള ചെടികളിൽ വെച്ച് ഏറ്റവും ചെറിയ പൂ ഇതിനാണുള്ളത്. അറബിക്കത്തിൻ്റെ ഞാൻ പറഞ്ഞു, അതിൻ്റെ പൂവിനേക്കാളും എപ്പോഴും സ്റ്റെമ്മിനാണ് നമ്മൾ, അതിൻ്റെ കോഡക്സിനാണ് നമ്മൾ ഭംഗി നോക്കുക. എന്തായാലും ഇത് പുതിയ പോട്ട് കിട്ടിയിട്ട് പോട്ടിലോട്ട് മാറ്റാൻ വെച്ചിരിക്കുക കേട്ടോ. ഇനി ഇവിടെ 2 നമ്മുടെ മിസ് ഇന്ത്യ വെറൈറ്റീസ് ഉണ്ട്, സിംഗിൾ പെറ്റൽ കണ്ടോ. അപ്പോൾ ഇനിയും ഒരുപാട് ചെടികൾ പോട്ട് മാറ്റാനുണ്ട്. ഇനി ആ സൈഡിൽ 1-2 വെറൈറ്റീസ് ഉണ്ട്, അവിടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന 1-2 വെറൈറ്റി ചെടികളുണ്ട്. നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഓർക്കുന്നുണ്ടാവും. ഏകദേശം 1 വർഷം മുമ്പ് താര ജെയിംസ് എന്നൊരു സെല്ലറുടെ കയ്യിൽ നിന്ന് കുറച്ച് ഇൻഡോനേഷ്യൻ വെറൈറ്റീസ് എന്ന് പറഞ്ഞ് കുറച്ച് വെറൈറ്റീസ് ഞാൻ മേടിച്ചായിരുന്നു. അതിൽ പൂക്കളൊന്നും ഉണ്ടായില്ല. അപ്പോൾ പൂക്കൾ വരുമ്പം കാണിക്കാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. എന്തായാലും 1 വർഷം കൊണ്ട് ഞാൻ ആ പോട്ടിൽ തന്നെ വെച്ചിരിക്കുകയാണ്. പോട്ടൊന്നും മാറ്റി കൊടുത്തില്ല, കെയറും അധികമൊന്നും കൊടുത്തിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് പൂ വരാറുണ്ട്. ഇപ്പം 4 എണ്ണത്തിൽ ഒരുമിച്ച് പൂവുള്ളതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. വാ, അടുത്തേക്ക് വാ. ഇതാണ് അതിൻ്റെ ഒരു വെറൈറ്റി. ശരിക്കുള്ള കളറുകൾ കാണുമെന്ന് അറിയാം. എന്തായാലും ഒരു ഡിഫറെൻറ്റ് വെറൈറ്റി കേട്ടോ. അതിൻ്റെ ഒരു യെല്ലോയിഷ് വെറൈറ്റി ഇപ്പുറത്ത് വന്നിട്ടുണ്ട്, കണ്ടോ. എന്തായാലും ഡിഫറെൻറ്റാ. ഒരു മെറൂൺ വെറൈറ്റി ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാം ചെറിയ പൂക്കളേ ഉള്ളൂ. ശരിക്കും കയറ് കൊടുക്കാഞ്ഞിട്ട് കേട്ടോ. ഇനി ഒരെണ്ണം ഇത് ഇങ്ങനെ നിൽക്കുന്നത്. ഇനി ഇങ്ങനെയാണോ ഇതിൻ്റെ പൂവെന്ന് എനിക്കറിയില്ല കേട്ടോ. വരുന്ന പൂവൊക്കെ ഇങ്ങനെ പല ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ടാണ് കാണുന്നത്, കണ്ടോ. എന്തായാലും അതും ഒരു വെറൈറ്റി ആയിരിക്കാം. ഇനി ഒരു 5-6 ചെടികളെ ഞാൻ വാങ്ങിയിട്ട് പോട്ടില്ലാത്ത കാരണം എല്ലാം കൂടെ ഒരു കൂട്ടമായിട്ട് നട്ട് വെച്ചായിരുന്നു. അതും അവിടെ നിൽപ്പുണ്ട്, കണ്ടല്ലോ. ഈ പോട്ടിൽ ഒരു 5 എണ്ണം നിൽക്കുന്നുണ്ട്. 2-3 എണ്ണം ഇളക്കി ഇറക്കിയൊക്കെ കൊടുത്തായിരുന്നു കേട്ടോ ഇതിൽ നിന്ന്. ഒരെണ്ണത്തിൽ പൂ വന്നിട്ടുണ്ട്. എല്ലാം പുതിയ പോട്ടിലേക്ക് മാറ്റണം കേട്ടോ. ഇതിൽ കണ്ടോ, ഇതിലും 2 എണ്ണം നിൽപ്പുണ്ട്, ബാക്കിയെല്ലാം പോയി. ഇവിടെ ഒരു പൂവുണ്ട്, ഇതിവിടെയും പൂവുണ്ട്. ഇനി ഇങ്ങോട്ടിരിക്കുന്നതൊക്കെ നമ്മുടെ പരീക്ഷണ ചെടികളാണ്. അതായത് സ്റ്റെം കട്ടിങ് വെച്ചതും സീഡ് വെച്ചതും അങ്ങനെ കുറേ പരീക്ഷണ ചെടികൾ ഇരിപ്പുണ്ട്. അതൊക്കെ അപ്ഡേറ്റ്സിനെ വീണ്ടും കാണിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാണ് എൻ്റെ അഡീനിയം ചെടികളുടെ ഇപ്പോഴത്തെ അവസ്ഥ. എനിക്ക് തോന്നുന്നു ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും വളരെ പെട്ടെന്ന് തന്നെ എല്ലാവരും പഴയ ഫോമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ്സ് വീണ്ടും മറ്റു വീഡിയോസായിട്ട് നമുക്ക് കാണാം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.